ചങ്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെയൊന്നുമല്ല, പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് തന്നെയാണ് പറയാൻ വന്നത്. അതായത് ഇപ്പോഴും നമ്മൾ കണ്ടതെന്ന് പറഞ്ഞ ഫാൻസുകാരുടെ കലഹം എന്നുള്ള രീതിയിൽ പരക്കുന്ന ഒരു വീഡിയോസ് ആണ്. അതായത് ഏതൊരു യൂട്യൂബർ പടം നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പടം അത്ര പോരാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. തമ്മാടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അയാളെ അങ്ങ് തെറി വിളിക്കുന്ന ഒരു രംഗാന്ന് നമ്മൾ കണ്ടത്. അല്ലെ, എനിക്ക് തോന്നുന്നത് എന്താണ്, ഇത് നമ്മുടെ മഹാരാജ്യം തന്നെയല്ലേ? ഇത് വേറെ ഏതെങ്കിലും സ്ഥലമാണോ? അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? ഇവിടെ ഭയന്നിട്ടും അല്ലെങ്കിൽ ഗുണ്ടകളെ പേടിച്ചുമാണോ ജീവിക്കേണ്ടത്? ഇപ്പൊ മമ്മൂട്ടി തന്നെ ഇതിനു വേണ്ടിയിട്ട് പൈസ ഇറക്കുന്നുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇത് കണ്ടിട്ട് ഒരു തമാശയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ നടന്ന ഒരു ക്രമസമാധാന പ്രശ്നം തന്നെയാണ്. ഒരു തിയേറ്ററിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെയുള്ള തമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരില്ലേ? അല്ലെങ്കിൽ നമ്മുടെ നിയമമില്ലേ? ഇവരെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ മോശമായ പരിപാടിയില്ല ഇത്. അതായത് മമ്മൂട്ടിയുടെ സിനിമക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുവിടാൻ ഇവിടെ ആരാ പറഞ്ഞത്? മമ്മൂട്ടിയുടെ സിനിമക്ക് എന്താ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ എന്താ മൂക്കിൽ വലിച്ചു കയറ്റിക്കളിയോ? അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എന്തോ ഇതാക്കി കളയും, അല്ലെങ്കിൽ അവനെ എന്നാ തെമ്മാടിത്തരം പറയുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, തിയേറ്ററിലൊന്നും പോയിട്ട് ഒരു മനുഷ്യന്മാർ സിനിമ കാണത്തില്ല. തിയേറ്ററുകാർ തന്നെയാണ് ഇതുപോലെയുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് വളം വെച്ച് കൊടുക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആര് പോയിട്ട് കാണും സിനിമ? ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നമാണ് തിയേറ്ററിലെങ്കിൽ ഒരാൾ പോയിട്ട് സിനിമ കാണാൻ പാടില്ല. ഫാമിലിയൊക്കെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിയും പിടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകത്തില്ലേ? അവിടെ എത്രമാത്രം ഫാമിലീസ് വന്നാണ്, എത്രമാത്രം കുഞ്ഞുങ്ങളുടെ അവിടെ അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇന്നുമാതിരി തോന്നിവാസം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഏതിൻ്റെ പേരിലായാലും ശരി, ഇവരെന്തിൻ്റെ പേരിലായാലും ശരി, ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ മോശം തന്നെയാണ്. ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ടിരിക്കുന്നത് ഇതത്തെ തെമ്മാടിത്തിട്ട് ഇത് ഏത് രാജ്യം? ഇത് ഇന്ത്യൻ അല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് വെച്ച് ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കാൻ പാടില്ല. ഈ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയുടെ പേരും പറഞ്ഞ് മമ്മൂട്ടിയുടെ പേരും പറഞ്ഞ് മമ്മൂട്ടിയുടെ പേര് കളയാനായിട്ട് കുറേ എണ്ണം ഇവിടെ ചേർന്ന് എന്താ പറയുക പ്രശ്നമുണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് മമ്മൂട്ടിയോടുള്ള ആരാധന മൂത്തിട്ടാണെങ്കിൽ അങ്ങേര് തന്നെ വന്നിട്ടുണ്ട്, പോയിട്ട് പണിയുടെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി തന്നെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഇവന്മാർ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പോയിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടോ? ഞാൻ വലിയ ഹീറോ ആണ്, അല്ലെങ്കിൽ ഞാൻ വലിയ മനുഷ്യനാണ്, ഞാൻ വലിയ മാങ്ങാത്തോലിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ? അല്ല, എനിക്ക് എന്താണ് നിങ്ങൾ പറ എന്താ സംഭവം? ഇയാളിപ്പോൾ ഇവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ആക്രോശിച്ചുകൊണ്ട് എന്താ എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് ആൾക്കൂട്ട, ഇതെന്ത് ബീഹാറാ? പണ്ട് ബീഹാറിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്കൂട്ട വിചാരണകൾ. മമ്മൂട്ടി സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ട വിചാരണ. ഇത് ഏത് നാടിത്? നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? മമ്മൂട്ടീൻ്റെ സിനിമക്കോ മമ്മൂട്ടീൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പലതരത്തിലും ഉണ്ടാവില്ല. ഇത് മമ്മൂട്ടി പിന്നെ എന്നുള്ള പേര് തലയിൽ കയറിയിട്ട് ഭ്രാന്തായ പോലെയാണ് ചില ആൾക്കാർക്ക്. ഞാനെന്തോ വലിയ സംഭവമാണ്. മമ്മൂട്ടിക്ക് വരെ അറിയില്ല ഇവന്മാരൊന്നും. മമ്മൂട്ടി വരെ പറഞ്ഞിട്ടുണ്ട് പോടാവില്ലെന്നേ മമ്മൂട്ടി വരെ പറയത്തുള്ളൂ. അമ്മാതിരി ഷോയല്ലേ അവിടെ കിടന്ന് കാണിക്കുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെ. ഏതായാലും നമുക്കൊരു കാര്യം, ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വരട്ടാ. എനിക്ക് ഒന്ന് കാണിക്കാൻ തന്നെ വീഡിയോ മടിയാകുന്നിട്ടാ. കാരണം ഇമാതിരി തൊട്ടിത്തരയുള്ള ഇതൊന്നും കാണരുതപ്പ. അയ്യ അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചത്. അയാളെന്തോ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ അയാളെ അങ്ങ് ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പോലെ ഒരു കൂട്ടങ്ങൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇയാളുടെ നേതൃത്വത്തിലാണോ, ഇനി ഇയാൾ കൊണ്ടുവന്ന ആൾക്കാരാണോ നമുക്കറിയില്ലല്ലോ. കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞ ചില നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ വളരെ മോശം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇതേ പുള്ളിക്കാരൻ വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അറിയുന്നതായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പരിചയമുള്ളതാണ്. ഏതായാലും അങ്ങേര് ഇന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. യൂട്യൂബർ എന്ന് പറയുന്ന നവാസ് ഇന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാരണം നവാസ് എന്നാ പറയുന്നത് നമുക്കൊന്ന് നോക്കണമല്ലോ. ഇതിന്റെ പുറകിൽ എന്താ സംഭവിച്ചത് നമുക്കറിയണമല്ലോ. ഏതായാലും നവാസ് പറയുന്ന കാര്യങ്ങളും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
അങ്ങനെയായിരുന്നു ആ ഒരു സംഭവത്തിന്റെ തുടക്കം. അപ്പൊ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വൈറലായിട്ട് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പലരും ആ വീഡിയോ തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മമ്മൂക്ക ഫാൻസുകാർ തമ്മിൽ തിയേറ്ററിൽ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ്. ആ വീഡിയോയിൽ കാണുന്ന ഫൈസൽ എന്ന വ്യക്തി, അദ്ദേഹം പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണ്. ഞാനുമായിട്ട് ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ള ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ സിനിമയുടെ അഭിപ്രായം അങ്ങോട്ട് പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഫൈസൽ എന്നോട് സിനിമയുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ അത് പലരും പുറയിൽ നിന്നുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് അതൊരു വിഷമം തോന്നിയപ്പോൾ ഞാനും പുള്ളിയും തമ്മിൽ കുറച്ച് ഹാർഡായിട്ട് റഷായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷെ അത് എൻ്റെ ചുറ്റിൽ നിന്ന പല ആളുകളും അത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വേറെ രീതിയിൽ അത് പ്രചരിപ്പിച്ചു. അപ്പൊ നാവാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹവുമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു അത്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പൊന്നിൻ നാവാസ്. നമുക്കത് തോന്നുന്നില്ല. അതായത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നി ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണെന്ന്. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം മനഃപൂർവ്വം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നെഗറ്റീവിലേക്ക് തന്നെയാണ് പോകുക. കാരണം അല്ലെങ്കിൽ തന്നെ മമ്മൂട്ടിക്ക് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള തരത്തിലുള്ള ഒരു പേരും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങയുടെ പടം വരുമ്പോഴേ പൊട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മമ്മൂട്ടിയുടെ പേര് കേൾക്കുമ്പോഴോ പടം വരുമ്പോഴോ മമ്മൂട്ടിയുടെ ആയാലും ദുൽഖർ സൽമാന്റെ ആയാലും പടം വരുമ്പോഴേ പൊട്ടുന്ന ഒരുപാട് ആൾക്കാർക്ക് മുന്നിലേക്ക് ആ മനുഷ്യരെ പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി എറിഞ്ഞു കൊടുത്തു. ഇതാണോ നിങ്ങളുടെയൊക്കെ മമ്മൂട്ടി സ്നേഹം എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ മമ്മൂട്ടി സ്നേഹം നിങ്ങളൊക്കെ പ്രകടിപ്പിക്കേണ്ടത്? ഇത് അങ്ങേർക്ക് എത്രമാത്രം നെഗറ്റീവ് വരുന്നതാണ്? അല്ലെങ്കിൽ അങ്ങേരുടെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പണം വാങ്ങിച്ച് ചെയ്യുന്നത് എന്നല്ലേ എല്ലാവരും പറയുക? ഇപ്പോഴും വന്നിട്ട് എനിക്ക് അവനുമായിട്ട് പരിചയമുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് പൊട്ടിത്തെറിച്ചു പോയി. എടോ, മമ്മൂട്ടി സിനിമ മോശമാണെന്ന് പറഞ്ഞിന് താൻ എന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത്? മമ്മൂട്ടി സിനിമ മോശമാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കാര്യമാണ്. അല്ലാതെ വന്നിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് പൊട്ടിത്തെറിച്ച് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. ഇപ്പോഴും നാവാസിന് ഇത് വൈറലായപ്പോൾ മനസ്സിലായി താൻ ചെയ്തത് വലിയൊരു ഗുണ്ടായുസമാണ്. ഒരു യൂട്യൂബർക്ക് ചേർന്നതോ അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന വീഡിയോക്ക് ചേർന്നതോ അല്ല ഈ ഒരു പരിപാടി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇങ്ങനെയൊരു പരിപാടി നിങ്ങൾ ചിത്രീകരിച്ചിട്ട് അത് വെളിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഇന്നലെ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ്. ഒരാൾക്ക് പോലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഇത്രയും വലിയൊരു ഫ്രണ്ടിനെയാണോ നിങ്ങൾ വലിയ തെമ്മാടിത്തരം കാണിക്കരുത് എന്നൊക്കെയുള്ള പറഞ്ഞിട്ട് ആക്രോശിച്ചുകൊണ്ട് അയാൾക്കെതിരെ ആ മനുഷ്യന്റെ മുഖം കണ്ടറിയ ഇതൊരു തമാശയല്ല, ഇത് കൃത്യമായിട്ട് കാര്യം തന്നെയാണ്. അയാൾ ശരിക്കും ഭയന്നു പോയിട്ടുണ്ട്. അയാളുടെ മക്കളൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും. കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ഇമാതിരി തോന്നിയവാസത്തിന് നിൽക്കുവാ നാവാസേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുറച്ചൊക്കെ ബോധം വേണ്ടേ മനുഷ്യന്? ഇമാതിരി തോന്നിയവാസത്തിന് ഒരാൾ പോലും നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് മമ്മൂട്ടിൻ്റെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും സിനിമ പോയിട്ട് വേണമെങ്കിൽ കാണേ. നിങ്ങൾ എല്ലാവരും പടവും കണ്ടിട്ടൊന്നും അങ്ങനെ വിജയിപ്പിക്കൂലല്ലോ. നിങ്ങൾ പൊട്ടിക്കേണ്ട പടം എല്ലാവരും ചേർന്ന് പൊട്ടിച്ചു കൊടുക്കാറുമുണ്ടല്ലോ. ഇതെന്താ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സിനിമ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ നന്നാക്കാനൊന്നുമല്ല, പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എടുക്കുന്നുണ്ട്. 100-200 സിനിമയാണ് ഒരു വർഷം റിലീസ് ചെയ്യുന്നത്. അതിൽ വിരലിൽ രണ്ടാവുന്ന സിനിമ മാത്രമാണ് മുടക്കം മുതൽ തിരിച്ചു പിടിക്കുന്നത്. ബാക്കി എല്ലാ സിനിമയുടെയും അധോഗതി തന്നെയാണ്. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ കാര്യം കണ്ടിട്ടാണ് സിനിമ എടുക്കാൻ വന്നിരിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും ലാഭം കിട്ടൂല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടുന്ന സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ദിലീപ് ആയാലും സുരേഷ് ഗോപിയിലോ ഒന്നും മറ്റേ ആരായി കഴിഞ്ഞാലും അവർ തന്നെയാണ് നിർമ്മിക്കുന്നത്. അല്ലാതെ വേറെ ആരുമല്ല. ലാഭം കിട്ടാതെ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഒഴിവാകുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നി ചങ്ങാതി, സിനിമ കാണുക, അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാതെ വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കാനും ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പോസ് ആയി പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴും താങ്കൾക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു മോശം വന്നിരിക്കുന്നത്. താങ്കളുടെ മക്കൾ ഇത് കാണുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും? എന്താണ് തൻ്റെ ബാപ്പ ചെയ്യുന്നത് എന്ന് വിചാരിക്കൂലേ? വളരെ മോശമായി പോയി. ഇനിയൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവാസെ മാപ്പില്ല. ശരിക്കും നിങ്ങൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഇന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചോ. നന്ദി, നമസ്കാരം.